ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി വിഷയീഭവിപ്പിക്കുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹായെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം കാണുന്നു, യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ദൈവത്തിൻ്റെ വിളി ലഭിച്ചപ്പോൾ തന്നെ മാറ്റങ്ങൾക്ക് തയ്യാറായവനായിരുന്നു വിശുദ്ധ മത്തായി. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ ആദ്യമായി വിശദമായ വംശാവലി യേശുക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, ഉപദേശങ്ങൾ, മരണം, ഉയർത്തെഴുന്നേൽപ്പ് എല്ലാം വിശദമായി വിവരിക്കുന്നു. പാപിയിൽ നിന്ന് വിശുദ്ധനിലേക്കുള്ള ഒരു ശ്രേഷ്ഠ ജീവിത വഴിയാണ് വിശുദ്ധ മത്തായി ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. ശരിയായ വഴിയിലേക്ക് തിരിഞ്ഞ് ആത്മാർത്ഥമായ വിശ്വാസത്തിലും പശ്ചാത്താപവും ഉണ്ടെങ്കിൽ ജീവിതം മാറ്റുവാൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. അൽഫായുടെ മകനായാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. വിശുദ്ധ മത്തായി ആദ്യം ലേവി എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ഒരു നികുതി പിരിവുകാരനായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളും 4 സുവിശേഷകന്മാരിലും ഒരാളായിരുന്നു വിശുദ്ധ മത്തായി ശ്ലീഹ. ക്രൈസ്തവ കലകളിലും പാരമ്പര്യത്തിലും 4 സുവിശേഷങ്ങൾക്കും ഓരോ പ്രതീകങ്ങളുണ്ട്. 4 സുവിശേഷകർക്കും ഓരോ പ്രതീകങ്ങളുണ്ട്. മത്തായി ശ്ലീഹായുടെ പ്രതീകം ചിറകുകളുള്ള മനുഷ്യൻ, ഏഞ്ചൽ ആണ്. യേശുവിൻ്റെ മനുഷ്യത്വത്തിനും അവിടുത്തെ വംശാവലിക്കും തൻ്റെ സുവിശേഷത്തിൽ പ്രാധാന്യം നൽകിയതിനാലാണ് ഈ പ്രതീകം അദ്ദേഹത്തിന് ലഭിച്ചത്. യേശുവിൻ്റെ പുനരുത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം മത്തായി കുറച്ചുകാലം പലസ്തീനിലും യഹൂദിയരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിച്ചതായി നാം അറിയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം എത്യോപ്യ, പേർഷ്യ, പാർത്തിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് സ്വീകരിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. വിശ്വാസത്തെ പ്രതി അദ്ദേഹം എത്യോപ്യയിൽ വെച്ച് രക്തസാക്ഷിയായി മരണപ്പെട്ടു എന്നാണ് ക്രൈസ്തവ പാരമ്പര്യം വ്യക്തമാക്കുന്നത്. യേശുവിനെ പിന്തുടർന്ന വിശുദ്ധ മത്തായി ശ്ലീഹായുടെ മാധ്യസ്ഥം നമുക്കെന്നും കാവലും കരുതലും കോട്ടയുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.